ഇങ്ങനെ കൂടെ ഇത്ര നാളും ജീവിച്ചിട്ട് ഇവർക്ക് എന്നെ വിശ്വാസമില്ലാന്ന്. ആണോടാ പ്രകാശ? അപ്പൊ വിശ്വസിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ? ആ അതെ അതെ. എന്തുവാടാ പ്രകാശ, നിങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പി പറഞ്ഞു പോകുന്നതല്ലേ നിങ്ങളുടെ ജീവിതത്തിന് നല്ലത്? എന്നാ പിന്നെ അമ്മ പറ, അമ്മ മാമീനെ ഫോൺ ചെയ്തിട്ട് എന്താ സംസാരിച്ചേ? അത് എന്റെ വിശേഷമല്ലേ അമ്മ പറഞ്ഞത്? അതെ. അല്ല, എന്റെ മോനെ വരച്ച വരയിലെ നിർത്തൂന്നാ പറഞ്ഞത്, ഞാൻ കേട്ടു. അതിനെന്നാ തെറ്റ്? ഇവൻ എന്റെ മോനല്ലേ? അതെല്ലാം കല്യാണത്തിന് മുമ്പ്, ഇനി എനിക്ക് അധികാരം. കേട്ടോടാ മക്കളെ, ഇവിടെ പറയുന്ന കേട്ടോടാ, ഈ ഉണക്കക്കോളി പറയുന്ന കേട്ടോ. ഉണക്കക്കോളി നിങ്ങളെ കെട്ടിയ എടാ നിന്റെ തന്തയ്ക്ക് വിളിച്ചു കേട്ടോടാ. കേട്ടിട്ടോ ഉണ്ടായിരിക്കണം മാറങ്ങോടൻ. നിങ്ങൾക്ക് എന്നെയും മക്കളെയും വേണോ അതോ ഈ പേട്ട് തള്ളേനെ വേണോ? ഇപ്പൊ പറയണം, നിങ്ങൾ എന്നോട് ഇപ്പൊ പറയണോ? പറ. നീ മക്കളുടെ കാര്യത്തിലേക്ക് നേടി വലിച്ചിടുന്ന അത് എന്റെ മക്കളായതുകൊണ്ട്. നീ വന്നപ്പോ മക്കളെ കൊണ്ടുവന്നോ? ഞാൻ വലിഞ്ഞേറി വന്നതാ, പറഞ്ഞു കൊടുക്കേ. വയസ്സും പ്രായമായില്ല, ഇത്തിരി ബോധക്കേടൊക്കെ പറയും. അല്ലെങ്കിൽ തന്നെ നീ എത്ര കാലം ആർക്കടാ വയസ്സ് പ്രായമായത്? ആർക്കടാ വയസ്സ് പ്രായമായത്? ഇന്ന് ഞാനും ഈ പെണ്ണുമ്പളയും കൂടെ നാട്ടിൽ കൂടെ നടന്നാലേ മക്കളുടെ അനിയത്തിയാന്നാ പറയുന്നത്. അത് മുഖത്ത് കണ്ണില്ലാത്തോണ്ടേ പറയുള്ളൂ. നാവ് നോക്കറാ. അയ്യോ നാവ് നോക്ക്, നീ നോപ്പിക്കടി നാവ് നോപ്പിക്ക്. അവള് കൊറേ നേരമായി നാവ് പറഞ്ഞോട്ട്. നിങ്ങൾ എന്റെ കൂടെ വരുന്ന ഞാൻ പോവും. നിങ്ങൾ വരുവോ? ഇവനെ കൊണ്ടുപോവാ നീ നോക്കണ്ട. പോകൂടാ മക്കളെ നീ. ഞാൻ ആരുടെ കൂടെ ഇല്ല. വയലോട്ട് വയ്ക്കും. മനുഷ്യൻ സമാനം തരികയല്ലോ. ഇവിടെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാതെ ഇവിടുന്ന് വിടില്ല. നിങ്ങൾക്ക് സമാധാനായില്ലേ? എന്തിനാ നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? നിന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങോട്ട് ഇടപെട്ടോണ്ട് നീ സരസ്വതമ്മയൊക്കെ കളിക്കരുതേ. കളിച്ചാ കുണം പഠിപ്പിക്കും. ഈ വീട്ടിൽ ഞാൻ പറയുന്നത് നടക്കുള്ളൂ. നിന്റെ വീടിനാ, നിന്റെ വീട്ടിലേക്ക് ഞാൻ എഴുതുന്നുണ്ടോടി? അവിടെ പറയുന്ന പറച്ചിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ പോകൂല. നിങ്ങൾക്ക് അവകാശമുള്ള പോലെ എനിക്കും എന്റെ 4 മക്കൾക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്. ഈ വീട്ടില് നിനക്കും പ്രകാശനും അവകാശം ഇല്ലെന്ന് ഞാൻ പറയുന്നു. ഞാൻ എന്റെ മക്കളെയും കെട്ടിയവനും കൂടി പോകും തള്ളേ. എന്നിട്ട് ഒറ്റക്ക് ആക്കേണ്ടി വരും. ഈ കെട്ടിയവർക്ക് നടക്കുന്നത് എന്തുകൊണ്ടാ? ഞാനുള്ളതുകൊണ്ടല്ലേ. ഇങ്ങനെ ആക്കാനല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്താ അറിയല്? തിന്നോ ഒരുക്കി കെട്ടി നടക്കും. ഞാനും അങ്ങനെ കളിക്കും. നിങ്ങൾക്ക് തുള്ളാൻ അറിയാം, ഞാനൊക്കെ തുള്ളാൻ അറിയൂ. നീ മകനെ കൈവച്ചോണ്ടല്ലോ സാർ സൂമയുടെ കൊണമാർവേ. കൈവക്കാൻ മാത്രമല്ല പലതും അറിയാം എനിക്ക്. മോനെ വേദനിച്ചോടാ. എന്ത് സാധന എവിടെങ്കിലും എന്നെ കൊണ്ട് കളയോ നിങ്ങള്? രണ്ടിനെ ഞാൻ കളയാൻ മനുഷ്യൻ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. എന്നെ കളയൊന്നു നീ? വാടച്ചു വെക്കണ്ടേ? എന്തോ സാധനം. ആദ്യം അവളെ കള, എന്നിട്ട് നീ എന്റെ നേരെ വാ കേട്ടാ. അവളെ പാഠം പഠിപ്പിക്കുന്നറിയട്ടെ. നീ എവിടുത്തെ ദേവതയാ? നീ ആ തിണ്ണയിൽ ഇരുന്നിട്ട് നീ അവിടെ നിന്നോണ്ട് ആൾക്കാർ പോകുമ്പോ റോജാ റോജാ റോജ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ കേൾക്കാറുണ്ട് റോജനെ വിളിക്കുന്നത്. ഞാൻ ഇവനോട് പറയാന്ന് അങ്ങനെ അനാവശ്യം പറയരുതേ. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ കുടുംബകലഹം ഉണ്ടാക്കരുത്. അനാവശ്യം പറയാൻ പാടില്ല. ഞാൻ കാണുമ്പോ ഫോണിൽ ഇങ്ങനെ കുത്തി കുത്തി പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പാട്ട് പാടിയതാന്ന്, അല്ലാണ്ട് റോജനിയും പൂജനിയും ഞാൻ വിളിച്ചു തന്നാലും നിങ്ങൾ വെറുതെ വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ട് എന്റെ കുടുംബകലഹം ഉണ്ടാക്കിയിട്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ റോജ എന്നുള്ള പാട്ട് ഞാൻ അല്ലേ നിങ്ങൾ എന്നാ കേട്ടിട്ടുള്ളത്? ഞാൻ കേട്ടിട്ടില്ല. എടാ ഇത് മനഃപൂർവ്വം ഇവക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. നീ ശ്രദ്ധിച്ചല്ലേ മോനെ? നിന്റെ പിള്ളേരെ കൂടെ വിളിച്ചിട്ടേ കൂത്തിനുണ്ടല്ലോ അങ്ങ് വീണു. അങ്ങനത്തെ തോട്ടിലാ പറഞ്ഞേക്കാലം. ഇങ്ങോട്ട് വാടി പിള്ളേർ, ഇങ്ങോട്ട് വാ. നീ താക്കൂലടി താക്കൂലാൻ. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഇന്ന് വരെ ഞാനും കണ്ടിട്ടില്ല. പലയിടത്തും മക്കളൊക്കെ അയൽവക്കക്കാരൊക്കെ മക്കളെ ഭാര്യമാരെ ഒക്കെ വെച്ച് നടത്തുന്നുണ്ട്. ഇതുപോലത്തെ എനിക്കെന്നെ ക്ഷീണമായി പോയി. ഇതിന് ഒരു ക്ഷീണമില്ല. എനിക്കൊരു ക്ഷീണമില്ല. അതെ നല്ലോണം മൂക്കൂട്ടം തിന്നുന്നുണ്ടല്ലോ, പിന്നീട് ക്ഷീണം ഉണ്ടാവില്ല. തിന്നുന്ന എന്റെ മുതലാ, തിന്നുന്ന എന്റെ മുതലാ. അത് നീ കൊതിച്ചിട്ടൊന്നും ഒരു കാര്യം വെച്ചുണ്ടാക്കുന്നത്. നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നിട്ടാണോ ഞാൻ തിന്നുന്നത്? ഉണക്കക്കപ്പയും ചേവും ഒക്കെ പറഞ്ഞ് തിന്നുന്ന ടീമുകളാ ഇവിടെ വന്നിട്ട് നല്ല തീറ്റ തന്നിട്ട് അവള് കൊഴുത്തപ്പ അവളെ ഇങ്ങോട്ട്. എനിക്ക് വട്ടാണെന്നോ? വട്ടാണോടാ എനിക്ക്? എനിക്ക് വട്ടാണോടാ? എനിക്ക് വട്ടാണോടാ? വട്ടാണോടാ എനിക്ക്? എനിക്ക് വട്ടാണോടാ? പിടിച്ച് ഊളംപാറയിലെങ്ങാനും കൊണ്ടുപോകത്തില്ല. ഊളംപാറ കൊണ്ടുപോ. നീങ്ങ് വന്നേടി. ഇത് പറിച്ച് നിന്റെ കണ്ണി തെക്കുന്നു ഒരു ദിവസം. പിന്നെ ഇങ്ങോട്ട് വരണോ? കണ്ണു തെക്കാൻ വേണ്ടിട്ട് നീ ഇങ്ങോട്ട് വാ. ഈ ഭ്രാന്തിനോട് സംസാരിക്കാൻ ഞാനില്ല. നിന്നെ ഇന്ന്
ശരിയാക്കി തരാടി. അങ്ങോട്ടാ നിക്കടി. ഓടി ഓടി.